ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങിയല്ലേ, തുടങ്ങാം. സോ ഇന്ന് നോമ്പ് ദിവസം, അതാണ് നമ്മളെ വീഡിയോ. ഗൈസ്, അങ്ങനെ ഇപ്പോൾ സമയം 4:30. ഞാൻ ഇപ്പോൾ പോയി അത്താഴം കഴിക്കാൻ പോവുകയാണ്. ഞാനിപ്പം ഉറക്കെ എണീറ്റ് മുഖമൊക്കെ ഒന്ന് കഴുകി പല്ലൊക്കെ തേച്ചൊന്ന് ഫ്രഷ് ആയിട്ട് പോയി ഒന്ന് അത്താഴം കഴിക്കാം. സമയം 4:35. ഇവിടെ അത്താഴം കഴിക്കാൻ ആൾക്കാരൊക്കെ എണീക്കുന്നേ ഉള്ളൂ. ഒരു പട്ടി പോകുന്നുണ്ടോ? 2 പട്ടി. ഗൈസ്, അങ്ങനെ ഫ്രഷായി വന്നിരിക്കുകയാണ്. അപ്പം നമുക്ക് അത്താഴം കഴിക്കാം. അത്താഴത്തിന് എന്താണെന്ന് വെയിറ്റിംഗ് ആണ് ഞാൻ. സോ ഇന്ന് നമുക്ക് അത്താഴത്തിന് ഒരു 3 ഇടിയപ്പം, പിന്നെ ഒരു ചിക്കൻ ഫ്രൈ, പിന്നെ കുറച്ച് ചിക്കൻ കറിയും ഉണ്ട് ഗൈസ്. ഇതാ ഫർഹാന പല്ലും തേക്കാതെ അത്താഴം കഴിക്കാതിരിക്കുകയാണ്. സോ ഗൈസ്, നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഇനിയിപ്പം സുബീന് പള്ളിയിൽ പോയിട്ട് വരാം. ചുമ. ഗൈസ്, ഇവിടുത്തെ ഹൈമാസ് ലൈറ്റ് അടിച്ചു പോയി. കണ്ട, ഇവിടെ ഫുൾ ഇരുട്ടാണ്. ബട്ട് വീട്ടിലൊക്കെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയില്ല. അങ്ങനെ നമസ്കാരം കഴിഞ്ഞു, വീട്ടിൽ വന്നു. ഇനി ഒരു ചെറിയ മയക്കം. 3 hours later. ഹലോ, ഉറക്കണീറ്റ്. ഇനി നമ്മൾ കുളിച്ച് റെഡിയായിട്ട് ളുഹറിന് പള്ളിയിൽ പോവാം. ഗായ്സ്, അപ്പോൾ കുളിച്ച് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ളുഹറിന് പള്ളിയിൽ പോയിട്ട് വരാം. ഉറക്കക്ഷീണം കാണുന്നല്ലേ. അപ്പോൾ ഗായ്സ്, അപ്പം നമ്മൾ വീണ്ടും കറങ്ങി തിരിഞ്ഞ് സെയിം സ്ഥലത്ത് തന്നെ എത്തിയിരിക്കുകയാണ്. സോ നോമ്പായതുകൊണ്ട് 1 മാസത്തേക്ക് ഞാൻ വർക്ക് ഫ്രം ഓഫീസിൽ നിന്ന് വർക്ക് ഫ്രം ഹോം മൂവായി. സിസ്റ്റംസൊക്കെ 2 ദിവസം മുന്നേ തന്നെ വീട്ടിൽ ക്യാബിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി വർക്ക് ഫ്രം ഹോമാണ് 1 മാസത്തേക്ക്, റമളാൻ സ്പെഷ്യൽ. അപ്പോൾ ഞാൻ ഷിഫ്റ്റൊക്കെ ചേഞ്ച് ചെയ്തു. ലാസ്റ്റ് മന്ത് ഞാൻ ഈവനിങ് ഷിഫ്റ്റാണ് ചെയ്തിരുന്നത്. പിന്നെ ലാസ്റ്റ് വീക്ക് മന്ത് എൻഡ് ടാസ്കുകളൊക്കെ കുറേ ഉള്ളതുകൊണ്ട് നൈറ്റ് ഷിഫ്റ്റ് ചെയ്തു. ഇപ്പോൾ നോമ്പായതുകൊണ്ട് വിത്ത് മാനേജേഴ്സ് അപ്രൂവൽ മിഡ് ഷിഫ്റ്റാണ് ചെയ്യുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് തന്നെ കയറും, എന്നിട്ട് നൈറ്റ് ആകുമ്പോൾ ഇറങ്ങും. അപ്പോൾ ഇനി വീട്ടിലായിരിക്കും വർക്ക്. കാണാം. 2 very boring minutes later. ഓ മൈ ഗാഡ്, ഇത്രയും മെയിൽസാ? മന്ത് തുടക്കായ ഉണ്ടായിരിക്കും. വർക്ക് ടൈം. നോമ്പ്, ഉച്ച, തളർച്ച. ഓ, അന്തസ്. വർഷം മുഴുവനും എല്ലാ ദിവസവും റമളാനായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കുമായിരുന്നു എന്ന് ശഫീഉൽ വറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ഗൈസ്, അങ്ങനെ അസർ നമസ്കാരവും കഴിഞ്ഞു. ഇനി വീണ്ടും ബാക്ക് ടു വർക്ക്. ഇതിൻ്റെ പേരാണ് കീബോർഡ്. അറിയാത്തവരുണ്ടെങ്കിൽ പറയണേ. ഇതിന് മൗസ് എന്ന് പേരിട്ട് എന്താണെന്നറിയോ? അതെനിക്കും അറിഞ്ഞൂടാ.
ഗൈസ് വർക്കിൻ്റെ ഇടയ്ക്ക് കുറച്ച് റെസ്റ്റ് എടുത്ത് ന്യൂസ് ഒന്ന് കാണാമെന്ന് വെച്ചു. ആ ത്വര അങ്ങ് മാറിക്കിട്ടി. എന്തൊക്കെയാണ് നടക്കുന്ന ന്യൂസിൽ, ഇട്ടാലേ വിട്ടും കൊത്തും. അതുകൊണ്ട് മാറ്റി. പിന്നെ 2-3 ഫുട്ബോൾ കളി കണ്ടുകൊണ്ടിരുന്നു. അത് കൊള്ളാം ഗൈസ്. അപ്പോൾ ഇത് നോമ്പ് തുറ ടൈം. ഇനി നോമ്പ് തുറക്കാം. കണ്ട ഗൈസ്, ആസ്വദ ഉളുവൊക്കെ എടുത്ത് റെഡിയാവുകയാണ് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട്. ഒരാൾ പോയി നോക്കിട്ട് അവൻ പോയി വാ താങ്കളി അൽഹംദുലില്ലാഹ്. അങ്ങനെ നോമ്പൊക്കെ തുറന്ന് ഇനിയിപ്പോൾ പള്ളിയിൽ പോയിട്ട് വന്നിട്ട് ഫുഡൊക്കെ കഴിക്കാം. അങ്ങനെ നോമ്പ് തുറക്കുകയാണ് ഗൈസ്. ദോശ, പിന്നെ ഒരു പീസ് ചിക്കൻ. അൽഹംദുലില്ലാഹ്. അപ്പോൾ നോമ്പൊക്കെ തുറന്നു, നിങ്ങളെല്ലാവരും കണ്ടു കാണും. ആൻഡ് ഇനി നമ്മൾ ഇശാഇനും കൂടെ പള്ളിയിൽ പോയിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഇശാഇ നമസ്കരിച്ചായി. അപ്പോൾ അതിനുശേഷം വന്ന് ഇനി വീണ്ടും ജോലിക്ക് കയറണം. തറാവീഹ് പോകാൻ പറ്റൂല, കാരണം ഷിഫ്റ്റ് ഇപ്പോഴാണ്. സോ അത് എനിക്ക് മിസ്സാവും. ആൻഡ് ലീവ് ദിവസങ്ങളിലൊക്കെ ഞാൻ പോകാറുണ്ട്. പിന്നെ വീഡിയോ കാണുക, ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, അറിയാത്തവരുണ്ടെങ്കിൽ അവരോട് പറഞ്ഞു കൊടുക്കുക, ഷെയർ ചെയ്യുക. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇനിയും നല്ല വീഡിയോസുമായിട്ട് വരാം, കൂടെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ വരാം.